അല്ലെങ്കിൽ നമുക്ക് ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർക്ക് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ട്, 6 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഭർത്താവ് അവരെ കുറ്റപ്പെടുത്തുന്നത് അവളുടെ അശ്രദ്ധ കൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്നാണ്. എന്നിട്ട് അവർ തമ്മിലൊന്നും പ്രശ്നങ്ങളാണ്. അവരെ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും പ്രശ്നമാണ്. അവളെ വീട്ടിൽ പോയി നിന്നാൽ ഇവരാരും അന്വേഷിക്കുകയോ ആ കുട്ടിയെ ഒന്ന്, സ്വന്തം ഉപ്പയാണല്ലോ, ആ കുട്ടിയെ ഒന്ന് കാണാൻ ഒരു വീഡിയോ കോൾ ചെയ്തു പോലും ശ്രമിക്കാറില്ല. അദ്ദേഹം പകൽ സമയത്തൊക്കെ നന്നായി ഉറങ്ങും, രാത്രിയൊക്കെ PUBG കളിച്ചും അല്ലെങ്കിൽ മൊബൈലിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ സമയം ചിലവഴിച്ച് അവരുമായിട്ടൊരു അറ്റാച്ചൊന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ പോകും. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ ഇപ്പോൾ അവർ നാട്ടിലാണുള്ളത്. കുട്ടിയുടെ ചികിത്സാർത്ഥം അവരെ ഈ സഹോദരിയുടെ വീട്ടുകാരാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുമായി കുറേ പ്രശ്നങ്ങളുണ്ട്. നാട്ടിലെ ആളുകൾ മധ്യസ്ഥന്മാരിടപെട്ട് കുറേയൊക്കെ പ്രശ്നങ്ങൾ തീർത്തു. അവർ ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും അവരെന്താണ് പറഞ്ഞു എന്നല്ലാതെ ഏറ്റെടുക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഈ സഹോദരിയെ കുറ്റപ്പെടുത്തുകയും അവരുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സഹോദരിയുടെ മാനസികമായ ഒരു നിലയിൽ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാനിനി എന്താണ് ചെയ്യുക, എൻ്റെ ഭർത്താവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? സ്വന്തം കുട്ടിയാണ്. അപ്പോൾ കുട്ടിയുടെ ചികിത്സക്ക് എന്ത് പരിഹാരമാണ്, അതായത് ഭർത്താവിൻ്റെ ഒരു അടുപ്പം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു സംശയമാണ് സഹോദരിക്കുള്ളത്. നമ്മളിവിടെ ഈ ഒരു വിഷയത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം എന്തെങ്കിലും ഡിസബിലിറ്റികളുള്ള കുട്ടികളെ നോക്കി വളർത്തുക എന്നുള്ളത് വളരെ ഭാരിച്ച ഒരു ജോലിയാണ്. അത് കുട്ടികളെന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ആക്ടിവിറ്റികൾ കാണിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകൾ, ഇങ്ങനത്തെവരൊക്കെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാരമേറിയ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നവരൊക്കെ സമർത്ഥമായി മാറി നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ മാറി നിൽക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരാളാണ് ആ കുട്ടിക്ക് ജന്മം നൽകിയിട്ടുള്ള ഉമ്മ. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഈ സഹോദരിയുടേത് മാത്രമല്ല, ധാരാളം ആളുകൾക്ക് ഈ പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ എന്നോടിപ്പോൾ ഇതേപോലൊരു സെയിം ആയിട്ടുള്ളൊരു കേസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു സഹോദരി അവരുടെ ചില സാഹചര്യങ്ങളെ കൊണ്ടും അതിൽ ചില നന്മകൾ വിചാരിച്ചിട്ടും അവർ തയ്യാറായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഈ ഒരു കക്ഷി വിവാഹം കഴിക്കുന്നത് വരെ അയാൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, അയാൾക്ക് നടക്കാൻ കഴിയില്ല, ഭക്ഷണം സ്വന്തമായി കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അതുവരെ ഒരു പക്ഷേ ആ ഉമ്മയായിരിക്കും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഈ സഹോദരി ഏറ്റെടുത്തതോടുകൂടെ പിന്നെ ഉമ്മല്ല, വാപ്പല്ല, ആരും സംരക്ഷിക്കണം, ഈ സഹോദരി മാത്രം. എന്താ, ഈ ഭർത്താവായി തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിർബന്ധിതമായി സംരക്ഷിക്കേണ്ട ചില ആളുകളുടെ ചുമലിൽ ഇത്തരം ഭാരങ്ങൾ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു കുട്ടിയെ വളർത്തുമ്പോൾ തന്നെ ഉമ്മയുടെ ഭാരം വളരെ വലുതാണ്. ആ ഭാരം ലഘൂകരിക്കുന്നത് എങ്ങനെയാണ്? വാപ്പയുടെ ഇടപെടലൂടെയാണ്. അപ്പോൾ സഹോദരിമാരുടെ, ഉമ്മമാരുടെ ഭാരം എപ്പോഴും കുറയുന്നത് ഭർത്താക്കന്മാരുടെ സഹകരണമാണ്. അത് ചിലപ്പോൾ ഫിസിക്കലായി ശാരീരികമായ സഹകരണമാകാം. കുട്ടിയെ ഞാൻ കുളിപ്പിച്ചോളാം, നീ ഭക്ഷണം മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയി ബാത്റൂമിൽ ഇരുത്തിക്കോളാം. ഇങ്ങനെ ഫിസിക്കലായ സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രയോ വലിയ ആശ്വാസമായിരിക്കും. ഈ സഹോദരി ചിന്തിക്കുമെന്ത്, എനിക്കിപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് കുറച്ച് ആരോഗ്യം വേണ്ട ആളുകൾക്ക് ചെയ്യും, അതെന്തായാലും അവൻ്റെ ഉപ്പ ചെയ്യുന്നുണ്ടല്ലോ, ഒരു സമാധാനമാണ്. അപ്പോൾ ഒരു ആശ്വാസം അവർക്കുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കി കൊടുത്തോളം എന്താണ്, യഥാർത്ഥത്തിൽ ആരുടെ തലയിലാണോ ഈ ഭാരം വരുന്നത് അവരെ കൈയൊഴിഞ്ഞ് മറ്റൊരു, ഇനി രണ്ടാമത് ഇയാൾക്ക് നൽകാൻ പറ്റിയൊരു ആശ്വാസമാണ് നല്ല വാക്ക് പറയാം. തീർച്ചയായിട്ടും ഈ കുട്ടിനെ സംരക്ഷിക്കുമ്പോൾ ആ കുട്ടി ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഇവർ അയാളോട് പറയുമ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് നിൽക്കുക, സാരല്ല, ഞാൻ കഴിയുമ്പോഴൊക്കെ സഹകരിക്കാം, സഹായിക്കാം, അള്ളാഹു നമുക്ക് പ്രതിഫലം തരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. അപ്പോൾ ഇതവർ ചെയ്യില്ല. ഈ കുട്ടിനെ അവർക്കൊരു നിലക്കും ഒരു കൈമാറ്റത്തിന് സാധ്യമാവാതെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരം സഹോദരിമാരോട് പറയാനുള്ളത്, എന്തായാലും മറ്റുള്ളവർ ഇവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ രണ്ട് പരിഹാരം കാണാൻ പറ്റും. ഒന്ന്,
ഈ സഹോദരി അനുഭവിക്കുന്ന വേദനകൾ അവർക്ക് ധാരാളം പറയാനുണ്ടാവും. നിലവിലുള്ള ഭർത്താവ് എന്ന് അവരെന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അവർക്ക് പറയാനുണ്ടാവും. അതെ. അപ്പം ഞാൻ പറയണത്, ഇവർക്ക് രണ്ടു പേർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ദീനീ കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു മധ്യസ്ഥനെ ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഒരു പരിഹാരത്തിനായിട്ട് കൊണ്ടുവന്നിട്ട് ആരോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊരു ഭയങ്കര മനഃശാസ്ത്രത്തിനൊന്നും ആവണമെന്നില്ല, അയാളോട് ഈ സഹോദരി പറയേണ്ടത്, എൻ്റെ വേദനകൾ, എനിക്ക് അയാളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യം, അതൊക്കെ അയാളുടെ മുന്നിൽ വെച്ച് ഒന്ന് പറയാൻ എനിക്കൊരവസരം ഉണ്ടാക്കി തരും. അത് ഞാൻ പറഞ്ഞ് തീരുന്നത് വരെ എന്താകരുത്, അയാളും ഇടപെടരുത്, നിങ്ങളും ഇടപെടരുത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, യഥാർത്ഥത്തിൽ ഇന്ന് ആ സഹോദരി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ദാഹം, ഒരു ദാമ്പത്യത്തിൽ അനുഭവിക്കുന്ന മനപ്രയാസം, ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അയാളെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സംസാരത്തിന് ഇടം കിട്ടിയാൽ, ഇത്രമാത്രമൊക്കെ അവൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അയാൾക്ക് മനസ്സിലായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ മാറ്റം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് വേറെ എങ്ങനെ ഇവർ പറഞ്ഞാലും അതൊക്കെ വാഗ്വാദങ്ങളും അതേപോലെ തന്നെ തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളുമായി പരിണമിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പരിഹാരം. ഇനി ഇതില്ല എന്ന് വിചാരിക്കാം, എന്തായാലും അള്ളാഹു അറിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു കുട്ടിയെ തരുന്നത്. അപ്പോൾ ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ ഭയങ്കരമായ പ്രതിഫലമുണ്ട്. അതായത് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്? ക്ഷമയാണ് അവർക്ക് ആവശ്യം. കാരണം എന്തൊക്കെ പ്രതികൂലതകളുണ്ട്, എന്തൊക്കെ സഹിക്കണം, ആളുകളുടെ പരിഹാസം, ആക്ഷേപം, നിസ്സഹകരണം, ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തൽ, നിൻ്റെ കാരണം കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുമ്പോൾ എത്രമേൽ വേദനയുണ്ട്. അപ്പോൾ ആ വേദനകൾക്കൊക്കെ എന്തുണ്ടാവും? കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുമെന്നുള്ള വിശ്വാസം. അത് പാഴാക്കി കളയുന്ന, അത് വിഫലമാകുന്ന എന്തെങ്കിലും വാക്കുകളോ പ്രസ്താവനകളോ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെ അറിയാതെ വന്നു പോവാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഈ കുട്ടി മതിയാകും ആ സഹോദരിക്കൊരു സ്വർഗം കിട്ടും. അങ്ങനെ കിട്ടുമെങ്കിൽ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ കുറച്ച് സമയം ആ കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ചാൽ എന്താണ്? പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇത്തരം കുട്ടികളിലേക്ക് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പോൾ അവരുടെ ആ സ്നേഹത്തിൽ നമുക്കൊരു ആനന്ദം ലഭിക്കാനുണ്ട് ആ കുട്ടിയുടെ. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഒരു കടമ നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ കാണുന്ന ചില പരിഹാരങ്ങൾ. തീർച്ചയായിട്ടും ആ സഹോദരിയുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. അവർക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു മഹാഭാഗ്യം അള്ളാഹു അതിൽ നൽകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം.